ഹായ് ഗായ്സ്, ഐ ആം ചീച്ചു. ഈ തുള്ളി തുള്ളി പോകുന്നത് ആരാന്നല്ലേ? ഇത് എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പം എൻ്റെ മോളെ പരിചയപ്പെടുത്തിയില്ല എന്ന് വേണ്ട കേട്ടോ. ഇത് ആൻമിയ. കുഞ്ഞെന്നും വിളിക്കും, നമുക്കിഷ്ടമുള്ള പേരും വിളിക്കും. ബസ്സുകാർ റോഡിലേക്ക് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ? മിഥുനേച്ചി അത് ആസ്വദിച്ച് നിൽക്കലേനും. അങ്ങനെ ഒന്ന് മിന്നി മറഞ്ഞ വേഗത്തിലാണ് കേട്ടോ നമ്മൾ കണ്ണൂരെത്തിയത്. സംഭവം വേറെ ഒന്നല്ല, പെട്ടെന്നാണ് ബസ് വന്നത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ക്ഷീണാവുന്നതെന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നാരങ്ങ വാങ്ങിയത്. പക്ഷെ എൻ്റെ കണ്ണ് മൊത്തം ദാ ഈ കപ്പക്കേലേനോട്ടാ. അങ്ങനെ മിഥുനേച്ചി പൈസയെല്ലാം കൊടുത്തിട്ടാ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ നാരങ്ങ പൊളിച്ചു നിന്ന്. മിഥുനേച്ചി ഇപ്പം ഛർദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വെച്ച് തിന്നുന്നേ. ഇപ്പം ഈ വെട്ടി വിഴുങ്ങുന്ന മുതലെല്ലാം കണ്ട, ഇതാണ് നിങ്ങൾ ഇത്രയും സമയം സൗണ്ട് കേട്ടോണ്ടെന്ന ചീച്ചു. സോറി ഗൈസ്, അതിനിടയ്ക്ക് ഐശൂട്ടി വന്ന് എല്ലാം കൊളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലെ സ്റ്റോറി കണ്ടാൽ വിചാരിക്കും എൻ്റെ മോളില്ലാണ്ട് ഓൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പം എൻ്റെ മോളെ ഉറക്കിയിട്ട് ഓള് വെട്ടി വിഴുങ്ങുന്ന കണ്ടാ. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ രാവിലെ തെണ്ടാനിറങ്ങുന്നത് എവിടെയാണെന്നിട്ടാ. ഐശൂട്ടീൻ്റെ ഒറ്റ നിർബന്ധപ്രകാരം നമ്മൾ ക്യാപിറ്റൽ മോളിലേക്ക് പോവുകയാണ് ഗൈസ്. അവിടുത്തെ മന്തി ഒരു ഒന്നൊന്നര മന്തിയാണെന്നാണ് ഇവള് പറയുന്നത്. നമുക്ക് എന്താണെന്നുള്ളത് വഴിയെ കാണാം. പിന്നെ ഛർദിലിൻ്റെ വിളി കാരണം നമ്മൾ ഉപ്പ് സോഡ കുടിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉപ്പ് സോഡയും കുടിച്ച് മെല്ലെ അടന്ന് വിട്ട് അവിടെ നിന്ന് വീണ്ടും നടന്ന് ബസ് സ്റ്റോപ്പ് അമ്മായിനും പൊക്കി കേട്ടോ. ഫ്രണ്ട്ഷിപ്പിൻ്റെ വൈബ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാളിലേക്ക് നടന്നാണ് കേട്ടോ പോയത്. പിന്നെ ഓട്ടോന്റെ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. മതി മതി, ഓവറാക്കി ചളാക്കല്ല ഐശൂട്ടി. എൻ്റെ കുഞ്ഞിനെ നോക്കി ഏതാ നടത്തം. നമ്മളങ്ങനെ മാളിലേക്ക് കയറി കേട്ടാ. അവിടെ എത്തിയപ്പോൾ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടത് എസ്കലേറ്ററാണ് കേട്ടാ. അവിടെ എത്തിയിട്ട് ആദ്യം പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടാ. അങ്ങനെ നമ്മൾ മന്തി ഓർഡർ ചെയ്ത് അത് വരാനുള്ള കാത്തിരിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ മന്തി എത്തി. ബിരിയാണിയാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് കേട്ടോ എൻ്റെ മോള് തിന്നുന്നത്. അങ്ങനെ മന്തി തിന്ന് മത്തായിരിക്കുന്ന എന്നെയും മിഥുനേച്ചിനെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ പോയത് കിഡ് സെക്ഷനിലാണ് കേട്ടോ. പാസ് എടുക്കേണ്ട പൈസ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടായതാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാക്സിൽ കയറി. പ്ലേ ഗ്രൗണ്ട് കണ്ട സന്തോഷത്തിലാണ് കുഞ്ഞനുള്ളത്. ആടുന്ന് മിഥുനേച്ചി ഒരു ടോപ്പും പാൻറ്റും വാങ്ങിയിട്ടുണ്ടായിന്. ആലഗിയിൽ ബസ് സ്റ്റോപ്പിലിരുന്ന് വെള്ളം കുടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. വേറൊന്നല്ല, ക്ഷീണം കൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ട ക്ഷീണത്തിന് ഇപ്പം എനിക്ക് വോയിസ് വരെ കൊടുക്കാൻ പറ്റുന്നില്ല. അതൊന്നും അല്ലേ, വെറുതെ കറങ്ങാൻ പോയിട്ട് ക്ഷീണം പിടിച്ചിട്ട് വന്ന് കിടക്കുകയും 12 മണിയായി രാത്രി. ഉറങ്ങൊന്നും വേണ്ടേ നമുക്ക്. സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് പിള്ളേരെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബായ്.